ബംഗളൂരു ബീഡതിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്ന സംശയം ഇപ്പോൾ കൂടുതൽ ബലപ്പെടുകയാണ്. പിന്നീട് ആഗസ്റ്റ് 12 രാത്രി ഇതേ സ്ഥലത്തിന് സമീപം കേരളത്തിൽ നിന്ന് ബംഗളൂരിലേക്ക് പോയ മറ്റൊരു KSRTC ബസ്സിന് നേരെ മുട്ടയേറ് ഉണ്ടായതോടെയാണ് കൂടുതൽ പരിശോധന ആവശ്യപ്പെട്ട് അധികൃതർ രംഗത്തെത്തിയത്. KSRTC ബസ്സിന് നേരെ കർണാടകത്തിൽ വെച്ച് അജ്ഞാതർ മുട്ടയെറിഞ്ഞ സംഭവത്തിൽ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി CP ജോൺ ഉത്തരവിട്ടു. ഡ്രൈവറുടെ കാഴ്ചമറിച്ച് അപകടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടന്നതെന്ന സംശയത്തെ തുടർന്ന് അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കാൻ KSRTC മന്ത്രി നിർദ്ദേശം നൽകി. ഓഗസ്റ്റ് 12 രാത്രി 9 മണിയോടെയാണ് കർണാടകയിലെ ബിദടിക്ക് സമീപം ആക്രമണമുണ്ടായത്. KSRTC കാസർഗോഡ് യൂണിറ്റിലെ ATC 142 ഡീലക്സ് ബസിന്റെ മുൻവശത്തെ ഗ്ലാസിലേക്കാണ് അജ്ഞാതർ മുട്ട എറിഞ്ഞത്. അതേ തുടർന്ന് ഡ്രൈവറുടെ കാഴ്ച തടസ്സപ്പെടുകയും ബസ് വലിയ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഈ പ്രദേശത്തിന് വെറും 2 കിലോമീറ്റർ മാത്രം ചുറ്റളവിലാണ് ഓഗസ്റ്റ് 8 മറ്റൊരു KSRTC ബസ് മറിഞ്ഞ് 2 ജീവനക്കാർ മരിക്കുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇതേ സ്ഥലത്ത് സമാനമായ അപകട സാഹചര്യം ഉണ്ടായതാണ് അട്ടിമറി സംശയങ്ങൾക്ക് ഇടവെച്ചത്. ബസിന്റെ യാത്രാവഴി ആക്രമണം നടന്ന സ്ഥലം, സമീപകാലത്ത് അവിടെയുണ്ടായ സമാന സംഭവങ്ങൾ എന്നിവ വിശദമായി പരിശോധിച്ചു വരികയാണ്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും എടുക്കുമെന്നും അട്ടിമറി നടന്നതായി കണ്ടെത്തിയാൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും KSRTC പറയുന്നു. ഓഗസ്റ്റ് 12 നടന്ന മുട്ടയേറിനെ കുറിച്ചും ഓഗസ്റ്റ് 8 അപകടത്തെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ട് കർണാടക DGPക്ക് KSRTC പരാതി നൽകി. ബീഡതിയിലെ മലയാളി സമാജവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മുട്ടയേറുണ്ടായ ഉടൻ ഡ്രൈവർ പെട്ടെന്ന് ബസിന്റെ വേഗത കുറച്ചതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. 60ഓളം യാത്രക്കാരാണ് ആ ബസ്സിലുണ്ടായിരുന്നത്. എക്സ്പ്രസ് വേയിൽ നല്ല വേഗത്തിലായിരുന്ന ബസ് സുരക്ഷിതമായി സൈഡിലേക്ക് ഒതുക്കി നിർത്താൻ ഡ്രൈവർക്ക് കഴിഞ്ഞു. കൂടുതൽ മുട്ടകൾ പ്രധാന ചില്ലിൽ പതിച്ചെങ്കിലും വൈപ്പർ ഉപയോഗിക്കാതെ ഇരുന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാകുകയായിരുന്നുവെന്ന് ഡ്രൈവറുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഈ ശബ്ദ സന്ദേശം KSRTC ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതിനെ തുടർന്നാണ് ഓഗസ്റ്റ് 8 അപകടത്തിൽ മുട്ടയേറിന്റെ വശം കൂടി ഉൾപ്പെടുത്തി അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. പലപ്പോഴായി വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള അന്വേഷണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് നിന്നും വേളാങ്കണ്ണിക്ക് തീർത്ഥയാത്ര പോയ ഒരു കുടുംബത്തിലെ 5 പേർ തമിഴ്നാട്ടിലെ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അപകടത്തിൽപ്പെട്ട അവരുടെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തപ്പോൾ ആ 5 പേരുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ സ്വർണ്ണാഭരണങ്ങളും ബാക്കിയുണ്ടായിരുന്നില്ല. കൃത്യമായി പ്ലാൻ ചെയ്ത ഒന്നായിരിക്കണം ആ അപകടം എന്നാണ് കരുതുന്നത്. ഈ അപകടം നടന്ന അതേ മേഖലയിൽ തന്നെ വീണ്ടും തുടർച്ചയായി ഇതേപോലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അതിൽ പെടുന്നതെല്ലാം തന്നെ കേരളത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടികളായിരുന്നു. പിന്നീട് രാത്രികാലങ്ങളിൽ ആ വഴിയിലൂടെയുള്ള യാത്രകൾ പലരും ഒഴിവാക്കിയത്. കേരളത്തിലെ പോലീസിനെ കുറ്റം പറയുന്നവർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കേരളത്തിനപ്പുറത്ത് തമിഴ്നാട്ടിലോ കർണാടകയിലോ ചെന്ന് കയറുന്നത് മുതൽ പോലീസിംഗിലെ ആ വ്യത്യാസം മനസ്സിലാകും. അപകടങ്ങൾ ഉണ്ടാക്കിയോ വാഹനം റോഡിൽ തടഞ്ഞിട്ട് മോഷണം നടത്തുകയോ ചെയ്യുന്ന സംഘങ്ങൾക്ക് പോലീസിലും നല്ല സൗഹൃദങ്ങളുണ്ട്. കവർച്ച മുതലിന്റെ ഒരു ഭാഗം ചില പോലീസുകാരിലേക്ക് എത്തുന്നുണ്ട് എന്ന് വേണം സംശയിക്കാൻ. ഇന്നേ വരെ ഹൈവേയിലെ കവർച്ചക്കാരെ ഈ സംസ്ഥാനത്തെ പോലീസുകാരൊന്നും പിടികൂടിയിട്ടുമില്ല. ഇപ്പോഴത്തെ അപകടം നടന്ന ബീഡതി മേഖലയിൽ നേരത്തെയും കേരളത്തിലെ വണ്ടികൾ സമാനമായ രീതിയിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ ഇതിലെ കടന്നു പോകുന്നത് കൃത്യമായി ചിലർ നിരീക്ഷിക്കുന്നുണ്ട്. അവസരം കിട്ടിയാൽ ആ വാഹനങ്ങൾ ആക്രമിക്കപ്പെടും. അന്യ സംസ്ഥാനങ്ങളിൽ നിയമപരമായ സഹായം ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും. കേരളം വിട്ടുള്ള യാത്രയിൽ വിജനമായ ഹൈവേകളിൽ കൂടി രാത്രി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക. പകൽ സമയം യാത്രക്കായി നീക്കിവെച്ച് രാത്രിയിൽ സുരക്ഷിതമായ ഇടങ്ങളിൽ വിശ്രമിക്കുക. പകൽ സമയത്ത് ഹെവി ട്രാഫിക് ഒഴിവാക്കാൻ രാത്രികാല യാത്രകൾ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അത്തരക്കാരെ കാത്തിരിക്കുന്നത് ഇതേപോലുള്ള വലിയ അപകടങ്ങളാണ്.